ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ 120 FPS നിങ്ങളുടെ ഫോണിൽ എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ടൈമായിരിക്കും, അത്യാവശ്യം നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ ഫോൺ ഏതാണെന്ന് എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, IQ Z9X ആണ്. ഈ ഒരു കമ്പനി കൊടുക്കുന്നത് 40 FPS ആണ്. അപ്പോൾ ഞാനിതെങ്ങനെ 120 FPS ആക്കി എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സൂക്ഷിച്ച് കാണുക, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്കിപ്പ് ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ ഫോൺ അടിച്ചു പോവേ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ അടിച്ചു പോകുന്നില്ല, അപ്പോൾ നിങ്ങളുടെ ഗെയിം ക്രാഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടിപ്പ് കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ തന്നെ കാണുക. നിങ്ങൾക്കിപ്പോൾ ഗെയിം പ്ലേ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു 120 FPS അൺലോക്ക് ചെയ്യാനായിട്ട് വേണ്ടി ഈ 3 ആപ്ലിക്കേഷൻസാണ് വേണ്ടത്. ഈ ഒരു 3 ആപ്ലിക്കേഷൻസ് നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ സൂക്ഷിച്ച് വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷൻസും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ ഈ FPS അൺലോക്കർ എന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ബൈ വൺ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. സോ സൂക്ഷിച്ച് കാണുക, അതുപോലെ തന്നെ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ FPS അൺലോക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെറ്റിങ്സിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെർമെക്സ് ആപ്പ് ഉണ്ടല്ലോ, അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുക. വീണ്ടും മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ FPS അൺലോക്കർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു ഐക്കൺ കിട്ടിയത് ഫസ്റ്റത്തെ കമാൻഡ് കോപ്പി ചെയ്യുക. ഫസ്റ്റ് കമാൻഡ് കോപ്പി ചെയ്തതിന് ശേഷം അത് ടെർമെക്സിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അവരെ സ്പേസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുക. അതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡിന് ശേഷം ഒരു ആരോ വരും. അതിന് ശേഷം വീണ്ടും നമ്മുടെ FPS അൺലോക്കർ എടുത്തിട്ട് ആ ഒരു ഇതിമ നെക്കിയിട്ട് രണ്ടാമത്തെ കമാൻഡും കോപ്പി ചെയ്യുക. വീണ്ടും ടെർമെക്സിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഈ ഒരു കമാൻഡിന് ശേഷം അത്യാവശ്യം ടൈം എടുക്കുന്നതായിരിക്കും, ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് എടുക്കുന്നതായിരിക്കും. അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അവിടെ ഒരു ആരോ കാണാൻ പറ്റും, ഒരു ഗ്രീൻ കളറിൽ ഡോളറിൻ്റെ ചിഹ്നം വരും. ആ ഒരു ചിഹ്നം വന്നതിന് ശേഷം മാത്രം അടുത്ത കമാൻഡ് കോപ്പി ചെയ്യാനായിട്ട് പോവുക. അത് ഫസ്റ്റത്താണെന്നുണ്ടെങ്കിലും സെക്കൻഡത്താണെങ്കിലും തേർഡത്താണെന്നുണ്ടെങ്കിലും ശേഷം ആ ഒരു ഇത് വന്നതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ മൂന്നാമത്തെ കമൻ്റ് ഉണ്ടാവും, അതും അതുപോലെ തന്നെ കോപ്പി ചെയ്തതിന് ശേഷം ടെർമെക്സിൽ വന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ, സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ മൂന്നാമത്തതും കോപ്പി ചെയ്ത് അതും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, സ്പേസ് കാര്യങ്ങളൊന്നും വേറെ ഒരു കീകളൊന്നും നെക്കാതിരിക്കുക, കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ബാർ വഴി ടെർമെക്സ് ഓഫ് ചെയ്യുക, എൻഡ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ വെറുതെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക, എന്ന് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും നമ്മുടെ FPS അൺലോക്കർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണാൻ പറ്റും FPS അൺലോക്കർ എന്ന്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം BGMI സെലക്ട് ചെയ്തിട്ട് സേവ് സെലക്ട് ചെയ്തിട്ട് ടെർമെക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ കാണാൻ പറ്റും അൺലോക്ക് FPS 120 FPS പറഞ്ഞിട്ട് ഒരു സ്വൈപ്പ് ചെയ്യണം, അത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ വരത്തില്ല, നിങ്ങൾക്ക് എറർ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷിസൂക്ക് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ FPS അൺലോക്കറിൽ നമ്മുടെ സെറ്റിങ്സ് പോയിട്ട് 3 കമാൻഡ് ഉണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്റ്റെപ്പായി ആദ്യത്തെ കമൻറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ശേഷം രണ്ടാമത്തെ കമൻറ്റ്, ശേഷം മൂന്നാമത്തെ കമൻറ്റ് അങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ പോയി എക്സിറ്റ് അടിക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും FPS അൺലോക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ BGMI സേവ് ടെർമെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പോവുക. എന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പാക്ക് ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കുമ്പോൾ ഒരു സിപ്പ് ഫയൽ കാണാൻ പറ്റും. ആ സിപ്പ് ഫയൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കാണുന്ന, അതായത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഫോൾഡറിൽ അത് പേസ്റ്റ് ചെയ്തിടുക. അതിന് ശേഷം നമ്മുടെ MT മാനേജർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇടത്തെ ഭാഗത്ത് നമ്മുടെ ആ 120 FPS ഫയൽ മാറ്റി വെച്ച ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിൽ പോവുക. ഓക്കെ,
അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പോലെ വലത്തേ ഭാഗത്തുള്ള ഫോൾഡറിൽ നമ്മുടെ പബ്ജിയുടെ ഡാറ്റ ഫോൾഡറിൽ പോവുക. അത് എവിടെ നീ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഡാറ്റ com.pubg.im മൊബൈൽ എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവും, അവിടെ പോവുക. അവിടെ പോയതിന് ശേഷം കാണുന്ന സ്ക്രീനിൽ കാണും ഫയൽസ്, UE4 ഗെയിംസ്, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, ശേഷം സേവ്ഡ്, ശേഷം ഫയൽസ് പാക്സ് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും, പാക്സ് പോവുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തെ ഫോൾഡർ കോപ്പി ചെയ്ത് കോപ്പി ആൻഡ് റിപ്ലേസ് ഉണ്ടാവും, ഓക്കെ ബട്ടൺ കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ 120 Hz റിഫ്രഷിങ് റേറ്റ് ആയിരിക്കണം. ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് പറയാൻ തന്നെ വെച്ചാണ് നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന് ശേഷം ഗെയിം കളിക്കുക, 120 FPS എൻജോയ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ വീഡിയോ മനസ്സിലായിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ DM മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് വിശദമായി കണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എങ്കിലും കൂടി അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. വോയിസിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, ക്ഷമിക്കുക. നമ്മൾ ഓരോ വീഡിയോസിലും ബെറ്ററായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.